ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഫ്രാൻസിനച്ച, റാപ്സനച്ചൻ, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് റാഫേൽ അപ്പച്ചൻ്റെ കുടുംബാംഗങ്ങളെ, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അപ്പച്ചൻ്റെ വേർപാടിൽ വേദനിക്കുന്ന നിങ്ങൾക്ക് ഞാൻ അനുശോചനം പറയുകയാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ദൈവം തന്നെ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തെല്ലാം ആശ്വാസവാക്കുകൾ കൊടുത്താലും അതൊന്നും ഈ ദുഃഖത്തെ മാറ്റുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവം ഇവർക്ക് കൃപ നൽകുന്നുവെങ്കിൽ, ശക്തി നൽകുന്നുവെങ്കിൽ, സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നുവെങ്കിൽ ഈ ഒരു മരണത്തെ നേരിടുവാനും ഈ ഒരു മരണത്തെ പ്രത്യാശയോടുകൂടി സ്വീകരിക്കാനും കഴിയുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ റപ്പലപ്പൻ്റെ ഭാര്യയെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മളിന്നിവിടെ പ്രസിദ്ധ ഗായകനായ കെസ്റ്റർ പാടുകയുണ്ടായി. ഉത്തിതനായ ഈശോയെ, ഉത്തിതനായ നിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെയും പ്രവേശിപ്പിക്കണമേ എന്ന്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഉത്തിതനായ യേശുവേ, ഉത്തിതനായ അങ്ങ് ഞങ്ങൾക്ക് പ്രിയങ്കരനായ ഈ റാഫേൽ അപ്പച്ചനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നാണ്. അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് 60 ദിവസങ്ങൾ തികയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം വിവാഹിതനായിട്ട് 64 വർഷങ്ങൾ തികയുന്ന ദിവസമാണ് ഇന്ന്. വാസ്തവത്തിൽ ഫ്രാൻസിനച്ചൻ്റെയും റാപ്സനച്ചൻ്റെയും ആഗ്രഹപ്രകാരം ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ജൂബിലി ആഘോഷിക്കാമെന്ന്, 64-ാം വാർഷികം ആഘോഷിക്കാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് എൻ്റെ ഡയറിയിൽ ആ ഡേറ്റ് കുറിച്ചു വെച്ചതാണ്. പക്ഷെ 2 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു. പക്ഷെ ആ മക്കള് ആ ഡേറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ ഡേറ്റ് മാറ്റേണ്ട, പിതാവ് ഇവിടെ വന്ന് കുർബാന ചെല്ലണമെന്ന് എന്നോട് പ്രത്യേകം പറയുകയായിരുന്നു. നമ്മുടെ വൈദികരും സന്യസ്തരും അതുപോലെ ഫ്രാൻസിനച്ചനും റാപ്സനച്ചനൊക്കെ പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ നല്ല അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയാം, ഒരിക്കലും തെറ്റുപറ്റാത്ത അങ്ങയുടെ പദ്ധതികൾ, അങ്ങയുടെ പ്ലാനുകൾ നടക്കട്ടെ എന്ന്.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ഒരുമിച്ച് വരുമ്പോൾ 3 കൊച്ചു ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ഈ റാഫേൽ അപ്പച്ചനെ കുറിച്ചും കുടുംബാംഗങ്ങളെ കുറിച്ചുമുള്ള ഒരു ചെറിയ ചിന്തയാണ്. രണ്ടാമത്തേത്, മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മൂന്നാമത്തേത്, മരണത്തിനുമപ്പുറം, അതായത് പുനരുത്ഥാനത്തിനെ പറ്റിയുള്ള ചിന്തയാണ്. ഒന്നാമത്തെ ചിന്തയിലേക്ക് പോകുമ്പോൾ, ഈ അപ്പച്ചൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ആധ്യാത്മികമായി വളരെ വളർന്ന ഒരു മനുഷ്യനായിരുന്നു. ഭൗതിക തലത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് ഭാര്യയെയും മക്കളെയും പരിപാലിച്ചു വളർത്തിയ മനുഷ്യൻ. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ വെച്ച് കരുണക്കൊന്തയും ജപമാലയൊക്കെ ചൊല്ലി 5:30 മണിയാവുമ്പോഴേക്കും ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്ന ഈ അപ്പച്ചൻ, അതുപോലെ തന്നെ ഈ 7 മക്കളെ വളരെ നന്നായിട്ട് വളർത്തി ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ട് ഈ 7 മക്കളും അവരുടേതായിട്ടുള്ള തലത്തിൽ നല്ല സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അവരെ പഠിപ്പിക്കുകയും അവർക്ക് അറിവ് നൽകുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഈ അപ്പന് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, യഥാ രാജ തഥാ പ്രജ എന്ന്. രാജാവ് എങ്ങനെയായിരിക്കും അതുപോലെയായിരിക്കും പ്രജകൾ എന്നാ പറയുന്നത്. ഈ അപ്പനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ അപ്പന്റെ മക്കളെ നോക്കി കണ്ടു പഠിച്ചാൽ മതി. അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ആധ്യാത്മികത എന്താണ്, ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണ്, മനുഷ്യരെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, മനുഷ്യരോട് എങ്ങനെയാണ് അവർ പെരുമാറുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ദൈവത്തെ പറ്റിയുള്ള ദർശനം, മനുഷ്യരെ പറ്റിയുള്ള ദർശനം, പ്രകൃതിയെ പറ്റിയുള്ള ദർശനം, അവനവനെ പറ്റിയുള്ള ദർശനം, ഈ 4 ദർശനങ്ങളും അതിൻ്റെ അർത്ഥതലത്തിൽ ജീവിക്കുന്ന മക്കളാണ് അദ്ദേഹത്തിന് 7 മക്കളെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് 4 പേരെ ദൈവത്തിന് കൊടുത്തു. ദൈവത്തിന്റെ സുവിശേഷ വേല ചെയ്യുന്നതിന് വേണ്ടി, കർത്താവിന്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുന്നതിന് വേണ്ടി 4 മക്കൾ അദ്ദേഹം നൽകി. 2 വൈദികരും 2 സിസ്റ്റേഴ്സും. ഈ 2 വൈദികരും, ഒരാൾ കോഴിക്കോടാണ്, മറ്റൊരാൾ കണ്ണൂരാണ്. റാപ്സനച്ചൻ വളരെ വലിയൊരു ധ്യാന ഗുരുവാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആശ്വാസ വചനങ്ങൾ കേട്ട് വിശ്വാസത്തെ ശക്തിയാക്കി അനുഗ്രഹങ്ങൾ വാങ്ങി ആ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പോകുന്നത്. പ്രാർത്ഥിക്കുവാനും അതുപോലെ അനുഗ്രഹങ്ങൾ വാങ്ങുവാനുമുള്ള കൃപകൾ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഫ്രാൻസിൻ അച്ഛൻ ഏതൊരു ജോലി ഏൽപ്പിച്ചാലും അത് വളരെ കൃത്യതയോടുകൂടി, നല്ല മനസ്സോടുകൂടി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഞങ്ങളുടെ
ഏതാണ്ട് 1000 ഏക്കറോളം വരുന്ന ഒരു തോട്ടം, കാപ്പിയും തേയിലയുമുള്ള തോട്ടം കാത്തു പരിപാലിക്കുന്നത്, നോക്കിക്കൊണ്ടു പോകുന്നത് ഈ അച്ഛനാണ്. എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ ഭയങ്കര പണക്കാരാണെന്ന്. കാരണം ഈ തോട്ടത്തിൽ നിന്നും അതുപോലെ കാപ്പിയിൽ നിന്നൊന്നും ഒന്നും നമുക്ക് കിട്ടുന്നില്ല, കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അവിടെയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പണം കിട്ടിയാലായി എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു തോട്ടം യാതൊരു കുഴപ്പമില്ലാതെ ഇന്ന് നിലനിർത്തിക്കൊണ്ട് വരുന്നത് ഈ റാപ്സനച്ചനാണ്. അതുപോലെ തന്നെ 2 മക്കള് സിസ്റ്റേഴ്സാണ്, സിസ്റ്റർ ആനി അതുപോലെ സിസ്റ്റർ മിനി. അവരും അവരുടേതായ തരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 3 പേര് വിവാഹിതരാണ്, ജോജു, ജെസ്സി, മാർഗരറ്റ്. അവർ നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ട് കുടുംബജീവിതം എന്ന ദൈവവിളി എത്ര കരുത്തുള്ളതാണെന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും അദ്ദേഹത്തിന് സന്തത സഹചാരിയായി നിന്നുകൊണ്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മക്കളെ വളരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇപ്പൊ നമ്മൾ ഇന്ന് ഒരുമിച്ച് വരുമ്പോൾ ഈ നല്ല അപ്പനും ഈ നല്ല അമ്മയ്ക്കും വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇവർക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 93 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈ റാഫേൽ അപ്പച്ചന് അനുഗ്രഹം നൽകിയ നല്ലവനായ ദൈവത്തിന് നമ്മൾ ഇന്ന് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മരണം എന്നുള്ളത് ഒരു യാത്രയല്ല, മറിച്ച് നമുക്ക് പറയാൻ സാധിക്കും മരണത്തോടുകൂടിയാണ് ഒരു 2ാം ജന്മം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതെന്ന്. ഇപ്പൊ മരണം എന്ന് പറഞ്ഞാൽ അതൊരു രൂപാന്തരീകരണമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ മരിക്കുന്നുവെങ്കിലും ആ മരണത്തിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിനാണ്. ആ ദൈവം നമ്മളെ ഉയർപ്പിക്കുമെന്ന് നമ്മൾ ഉറപ്പായും വിശ്വസിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒരു ലേഖനം എഴുതാൻ പറഞ്ഞു. ഞാനൊരു ലേഖനം എഴുതി. അത് ആ മാസിക മദ്രാസിൽ നിന്ന് പുറപ്പെടുന്ന മാസികയായിരുന്നു. എനിക്കാണ് 1ാം സമ്മാനം കിട്ടിയത്. അതിൽ മരണത്തെക്കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ആശയം ഞാനവിടെ പങ്കുവച്ചിരുന്നു. ഞാൻ പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ ഒരു പൂജ്യം സ്വീകരിക്കലാണ്. എന്നാൽ ആ പൂജ്യത്തിൽ നിന്ന് 100ലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവമാണ് നമ്മളെ മരണത്തിലേക്കും കൊണ്ടുപോകുന്നത്. ഇല്ലായ്മയിൽ നിന്ന് സ്നേഹപൂർവം നമ്മളെ സൃഷ്ടിച്ച ദൈവം മരണത്തോടുകൂടി ഇല്ലായ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ആ ഇല്ലായ്മയിൽ നിന്ന് പുനഃസൃഷ്ടി നടത്തുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ് മരണത്തിലൂടെ. ഇപ്പൊ മരിക്കുമ്പോൾ നമുക്ക് വൈകാരികമായി പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. നമ്മുടെ കൂടെ ജീവിച്ച ആള്, നമ്മളോട് ഒരുമിച്ച് ജീവിച്ച ആള്, ഒരുമിച്ച് ഉറങ്ങിയവർ, ഒരുമിച്ച് കളിച്ചവർ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ, ഇവരൊക്കെ നമ്മളിൽ നിന്നും പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ നമ്മുടെ വിശ്വാസം ഇതാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമായ ഈശോ മിശിഹ മരണത്തെ തോൽപ്പിച്ചുവെങ്കിൽ, പാപത്തെ ഉന്മൂലനം ചെയ്തുവെങ്കിൽ ഞാനും പാപവിമുക്തനാകും, ഞാനും മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈ അവസരത്തിൽ
നമ്മൾ ഇന്ന് മർത്തായുമായിട്ടുള്ള സംഭാഷണവും മറ്റു കാര്യങ്ങളൊക്കെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ. അവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഈ യേശുക്രിസ്തു ആരാണെന്നുള്ളതാണ്. ഇതുപോലെ അവസരത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് ഈ യേശുക്രിസ്തു ആരാണ്? നമുക്കറിയാം, ചിലർ പറയും അവിടുന്ന് വലിയ വിപ്ലവകാരിയായിരുന്നുവെന്ന്. യഹൂദ മതാചാരങ്ങളെയും തിന്മകളെയും ചോദ്യം ചെയ്തുകൊണ്ട് റിവോൾട്ട് എന്ന് അന്ധവിശ്വാസ ജടിലമായ ലോകത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കടന്നുപോയ, അവസാനം കുരിശിൽ തറക്കപ്പെട്ട, ചരിത്രം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്ന്. ചില ആളുകൾ പറയും അവിടുന്ന് വലിയ അത്ഭുത പ്രവർത്തകനായിരുന്നുവെന്ന്. രോഗസൗഖ്യം നൽകി, കുഷ്ഠരോഗികൾക്ക് രോഗസൗഖ്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ച്, അനേകം പേരെ തീറ്റിപ്പോറ്റി, കുരുടർക്ക് കാഴ്ച നൽകി, അങ്ങനെയൊക്കെ കടന്നുപോയ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി. ചിലർ പറയും അവിടുന്ന് വളരെ വലിയൊരു വിമോചകനായിരുന്നുവെന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കണം, യേശു വെറുമൊരു വിപ്ലവകാരി ആയിരുന്നുവെങ്കിൽ, യേശു വെറുമൊരു വിമോചകനായിരുന്നുവെങ്കിൽ, യേശു വെറുമൊരു അത്ഭുത പ്രവർത്തകൻ മാത്രം ആയിരുന്നുവെങ്കിൽ, ഇതുപോലത്തെ ആളുകൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇന്നുമില്ലേ? അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ട്, വിപ്ലവകാരികളുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല നമ്മൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് അവിടുന്ന് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, എത്രയോ വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു, അവരെല്ലാം മണ്ണിൽ കുഴിച്ചിട്ടു, അതോടുകൂടി അത് കഴിഞ്ഞു. എത്രയോ അത്ഭുത പ്രവർത്തകരുണ്ടായിരുന്നു, അവരെയും മണ്ണിൽ കുഴിച്ചിട്ടു, അവർ മരിച്ചു, അവരെല്ലാം നശിച്ചുപോയി. എന്നാൽ യേശുക്രിസ്തുവിനെ അരിമത്തിയായ ജോസഫ് ഒരു കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. അവിടെ നിന്ന് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, അല്ലയോ മരണമേ നിന്റെ വിജയം എവിടെ, അല്ലയോ മരണമേ നിന്റെ ചങ്ങല എവിടെ എന്ന് ചോദിച്ച മനുഷ്യന് പുനരുത്ഥാനത്തിന്റെ മഹിമ അറിയിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് നമ്മുടെ വിശ്വാസം എന്താണ്? എന്റെ നാഥനും എന്റെ ഗുരുവുമായ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുവെങ്കിൽ, പാപത്തെ ഉന്മൂലനം ചെയ്തുവെങ്കിൽ, ആ യേശുക്രിസ്തുവിനോടുകൂടി ഞാനും ഉയർത്തെഴുന്നേൽക്കും, ഞാനും ആ യേശുക്രിസ്തുവിനോടുകൂടി ജീവിക്കും എന്നുള്ളതാണ്. ഈ റാഫേൽ അപ്പച്ചൻ ജീവിച്ച ദൈവദർശനമായിരുന്നു അത്, മനുഷ്യ ദർശനമായിരുന്നു അത്, അദ്ദേഹത്തെ പറ്റിയുള്ള ദർശനമായിരുന്നു അത്, പ്രകൃതിയുടെ ദർശനമായിരുന്നു അത്. ഈ ദർശനം ശരിയായ വിധത്തിൽ ജീവിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ മക്കൾക്ക്, അദ്ദേഹത്തിന്റെ സ്നേഹമയ്യായ ബാലിക്ക്, എല്ലാ വൈദികരുടെയും പേരിൽ, മെത്രാന്മാരുടെയും പേരിൽ, ജനങ്ങളുടെയും പേരിൽ അനുശോചനം അറിയിക്കുകയും ഇവരെ ശക്തിയായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.